ഹലോ ഫ്രണ്ട്സ്, ഈ ഹിപ്നോട്ടിസത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതായത് മറ്റൊരു വ്യക്തിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മൾ പ്രതികരിക്കുന്ന ഒരു അവസ്ഥയാണ് ഹിപ്നോട്ടിസം അല്ലെങ്കിൽ മെന്റലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹിപ്നോട്ടിസം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്വയം ചെയ്യാൻ കഴിഞ്ഞാലോ? സെൽഫ് ഹിപ്നോസിസ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ ആദ്യം കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മനസ്സിന് രണ്ട് വശങ്ങളാണുള്ളത്. അതിലൊന്നെന്ന് പറയുന്നത് കോൺഷ്യസ് മൈൻഡ്, രണ്ടെന്ന് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡ്. കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ ഈ ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുന്ന മനസ്സാണ്. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ അതിന് ശരിയോ തെറ്റോ സത്യമോ മിഥ്യയോ അങ്ങനെയൊന്നുമില്ല. ഫീലിങ്സ് ആണ് അതിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹിപ്നോട്ടിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു മെന്റലിസ്റ്റിൻ്റെ അടുത്തോ നിൽക്കുന്ന ഒരു വ്യക്തിയിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ശരിയും തെറ്റും തിരിച്ചറിയുവാൻ ശ്രമിക്കുന്ന കോൺഷ്യസ് മൈൻഡിനെ കട്ട് ഓഫ് ചെയ്തുകൊണ്ട് ഫീലിങ്സിന്റെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡിനെ ഈ ഹിപ്നോട്ടിസ്റ്റ് അല്ലെങ്കിൽ മെന്റലിസ്റ്റ് ആക്റ്റീവ് ആക്കുന്നു. ഒപ്പം തന്നെ അവർ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആ വ്യക്തി പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അവർ ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസ്, ഇനിയിപ്പോൾ അവർ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ടാകാം, ആ വ്യക്തിയെ മുൻപിൽ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് കാണാൻ കഴിയുന്നു, അത് ഫീൽ ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഈ ബോധമനസ്സിനെ കട്ട് ഓഫ് ചെയ്തുകൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡിനെ ആ വ്യക്തി ഹിപ്നോട്ടിസ്റ്റ് അവിടെ ആക്റ്റീവ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഹിപ്നോട്ടിസം നമുക്ക് സ്വയം എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഈ കോൺഷ്യസ് മൈൻഡിനെ കട്ട് ഓഫ് ചെയ്തുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളുണ്ടല്ലോ, ആ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ആ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഡയറക്റ്റ് കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യുവാൻ കഴിയുമെന്നുള്ളതാണ്. അതിന് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഈ ബോധമനസ്സിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കട്ട് ഓഫ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും നടക്കുന്ന ഒരു കാര്യമായിരിക്കില്ല. ഒരു പക്ഷേ ഈ മെഡിറ്റേഷനും മറ്റു കാര്യങ്ങളൊക്കെ സ്ഥിരമായി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ ഒരു പരിധി വരെ ഈ സെൽഫ് ഹിപ്നോസിസ് ചെയ്യുവാൻ കഴിയും. അതായത് ബോധമനസ്സിനെ കട്ട് ഓഫ് ചെയ്തുകൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഡയറക്റ്റ് അദ്ദേഹത്തിന് നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ വിഷ്വൽസും കൊടുക്കുവാൻ കഴിയുമെന്നുള്ളതാണ്. എന്നാൽ എല്ലാവരെയും സംബന്ധിച്ചത് സംഭവിക്കണമെന്നില്ല. എന്നാൽ ഇതെല്ലാവർക്കും കഴിയുന്നൊരു കാര്യമാണ്. അതെങ്ങനെയാണെന്ന് പറയട്ടെ. ഈ കോൺഷ്യസ് മൈൻഡ് കട്ട് ഓഫ് ആകുന്ന ഒരു സമയമുണ്ട്. അതുപോലെ തന്നെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആകുന്ന ഒരു സമയമുണ്ട്. അതെപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഉറക്കത്തിലേക്ക് പോകുന്ന ഒരു സമയമാണത്. അതായത് ഈ ഉറക്കത്തിലേക്ക് പോകുന്ന ഒരു സമയം നമ്മുടെ കോൺഷ്യസ് മൈൻഡ് പതുക്കെ കട്ട് ഓഫ് ആകുന്നു, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കൂടുതൽ ആക്റ്റീവ് ആകുന്നു എന്നുള്ളതാണ്. നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്നതിനനുസരിച്ച് ഈ കോൺഷ്യസ് മൈൻഡ് കട്ട് ഓഫ് ആയിക്കൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് സബ് കോൺഷ്യസ് മൈൻഡ് കൂടുതൽ ആക്റ്റീവ് ആയിക്കൊണ്ടേയിരിക്കും. ഈ ഒരു സമയം ഉറങ്ങിക്കഴിഞ്ഞിട്ടല്ല, ഉറക്കത്തിലേക്ക് പോകുന്ന ആ ഒരു സമയം, ആ ഒരു ആൽഫ സ്റ്റേജിൽ നിന്നുകൊണ്ട് നമുക്ക് എന്താണോ വേണ്ടത് അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കൊടുക്കുമ്പോൾ അതിന് തക്കതായിട്ടുള്ള പ്രതികരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. ഇത് ഒരു ദിവസമോ 2 ദിവസമോ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. സ്ഥിരമായിട്ട് തന്നെ എല്ലാ ദിവസവും രാത്രിയിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ്, നമ്മൾ ഈ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ അറിയാതെയാണ് ഈ ഉറക്കത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ അഫർമേഷൻസോ അല്ലെങ്കിൽ ഈ വിഷ്വൽസോ പറഞ്ഞുകൊണ്ട് നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഉറക്കത്തിലേക്ക് പോവുകയും ആ നിർദ്ദേശങ്ങൾക്കും ആ വിഷ്വൽസിനും മുകളിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രതികരിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. കാരണം ഫീലിങ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും നമ്മളോട് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് സ്ഥിരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കേ. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. കാരണം എന്താ പറയുക, രാത്രിയിൽ കിടക്കുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ ഈ ഗാഡ്ജറ്റൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും കിടക്കുന്നത്. ഗാഡ്ജറ്റ്സ് എന്ന് പറയുമ്പോൾ മൊബൈൽ ഫോണോ ടിവിയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസോ ഒക്കെ ഉപയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതെന്താണോ നമ്മൾ അവസാനം കണ്ടത് അല്ലെങ്കിൽ കേട്ടത് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തത്, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സബ് കോൺഷ്യസ് മൈൻഡ് പ്രതികരിക്കുന്നത്. ചിലർക്ക് രാത്രിയിൽ ഞെട്ടി ഉണരുന്നതിൻ്റെ കാരണം എന്താണ്? ചില ആളുകളെങ്കിലും പറയാറില്ലേ, രാത്രിയിൽ ഇന്ന സിനിമ കണ്ടിട്ടാണ് കിടന്നത്, രാത്രി ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അതിലേതോ വിഷ്വൽ കണ്ട് ഞാൻ പേടിച്ച് എഴുന്നേറ്റു. അല്ലെങ്കിൽ രാത്രിയിൽ നടന്ന എന്തെങ്കിലും ഒരു ഫൈറ്റിംഗ്, അതിപ്പം സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഇപ്പം ചാനലുകളിലും മറ്റും കാണിക്കുന്ന പല കാര്യങ്ങളുണ്ട്, നെഗറ്റീവായിട്ടുള്ള ന്യൂസുകളുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് കിടക്കുന്ന സമയത്ത്, ആ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് ഇതൊക്കെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാറുണ്ട്. അതായത് സബ് കോൺഷ്യസ് മൈൻഡ് ആ ന്യൂസിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ആ ഡിബേറ്റ്സിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ആ ഫൈറ്റിങ്ങിൻ്റെ മുകളിൽ നമ്മൾ എന്താണോ എക്സ്പീരിയൻസ് ചെയ്തത്, എന്താണോ നമ്മൾ കണ്ടത് കേട്ടത്, അതിനനുസരിച്ച് പ്രതികരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സത്യസന്ധമായ ഒരു കാര്യമാണ് ഞാനിവിടെ ആ ഉദാഹരണത്തിലൂടെ സൂചിപ്പിക്കുകയുണ്ടായത്. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് കൊടുക്കുക.
അതിനുവേണ്ടി ആദ്യം ഈ ഗാഡ്ജറ്റ്സ് ഒക്കെ അങ്ങോട്ട് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. ശേഷം നമ്മൾ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ, ആ നിർദ്ദേശങ്ങളോ വിഷ്വൽസോ അത് ഉപബോധ മനസ്സിലേക്ക് കൊടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയുവാൻ കഴിയും. ഇപ്പോൾ നിങ്ങളൊരു ജോലി ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ജോലി ചെയ്യുന്നതായിട്ട് ആ സ്ഥാപനം മനസ്സിൽ കണ്ടുകൊണ്ട്, ആ സീറ്റ് മനസ്സിൽ കണ്ടുകൊണ്ട്, അവിടെ നിന്ന് നിങ്ങൾ ആ ജോലി ചെയ്യുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കുന്നതൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, എല്ലാ ദിവസവും രാവും പകലും ഞാൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, സമ്പത്തും സമൃദ്ധിയും എൻ്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. അതിന് തക്കതായിട്ടുള്ള വിഷ്വൽസ് നമ്മൾ കണ്ടു തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഡയറക്റ്റ്, ഈ കോൺഷ്യസ് മൈൻഡിൻ്റെ ശല്യമില്ലാതെ ഡയറക്റ്റ് ഉപബോധ മനസ്സിലേക്ക് അത് ചെല്ലുകയാണ് ചെയ്യുന്നത്. അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളായിട്ട് സംഭവിക്കും എന്നുള്ളത് ഒരുപാട് പേർ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ഈവൻ എൻ്റെ ജീവിതത്തിലും ഞാനത് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആസ് എ മോട്ടിവേഷൻ സ്പീക്കർ അല്ലെങ്കിൽ മൈൻഡ് ട്രെയിനർ, ഞാൻ നിൽക്കുന്ന സ്റ്റേജുകൾ, ഞാൻ എടുക്കുന്ന കോഴ്സുകൾ, എന്നിലേക്ക് വരുന്ന ധനം, ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുവാനും എനിക്കും കഴിയുന്നത്. അപ്പോൾ ഇന്നു മുതൽ തന്നെ, ഇതൊരു പുതുവർഷമാണ്, ഇന്നു മുതൽ തന്നെ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങൾ ഈ സെൽഫ് ഹിപ്നോസിസിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ രണ്ടായാലും നിങ്ങൾക്ക് താഴെ വന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച് ആൻഡ് ഗോഡ് ബ്ലസ് യു ഓൾ.